ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ അബുദാബിയിൽ നിന്ന് നേരെ നമ്മുടെ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി മറേതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. സോ നമ്മൾ അത്യാവശ്യം എക്സൈറ്റഡ് ആണ്. ചെറിയൊരു വെക്കേഷനാണ്, ഓൺലി 20 ഡേയ്സേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്കൊരു റിഫ്രഷ്മെൻ്റ് ആവശ്യമാണല്ലോ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കല്യാണം കൂടി കൂടാനുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മയുടെ സിസ്റ്ററിൻ്റെ മോൻ്റെ കല്യാണമാണ്. സോ അതും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ 20 ഡേയ്സ് ലീവ് ആകുമ്പോഴേക്കും വന്നത് കേട്ടോ. സോ നമ്മൾ 2 o'clock ആകുമ്പോഴേക്കും എയർപോർട്ടിലെത്തി, ചെക്ക് ഇൻ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ 5 o'clock ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 hours രണ്ടുപേരെയും മാനേജ് ചെയ്യാൻ. മറിയം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഹെയ്സും അത്യാവശ്യം കുറുമ്പായിരുന്നു കേട്ടോ. സോ 5 o'clock നമ്മൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. മറിയത്തിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു, പക്ഷെ അതിൻ്റെ ക്രാങ്കിനെസ്സും ബുദ്ധിമുട്ടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ അത്യാവശ്യം കാമായിരുന്നു, ഫീഡ് ചെയ്തിട്ട് അങ്ങനെ കിടന്നുറങ്ങി. ഹെയ്സും എയർപോർട്ടിൽ അത്യാവശ്യം കളികളൊക്കെ കഴിഞ്ഞ കാരണം ഫ്ലൈറ്റിൽ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങി കേട്ടോ. മറിയത്തിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് തന്നെ എനിക്ക് വേറൊരു സ്പെഷ്യൽ മൊമെൻറ്റ് കൂടി ഉണ്ടായി. എൻ്റെ ലൈഫിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. അതുകൊണ്ട് മറിയത്തിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റുമാണ്. വേറൊരു സ്പെഷ്യൽ ഒക്കേഷനും കൂടി ഉണ്ടായി. നമ്മുടെ ഒരു പാസഞ്ചറിന് വയ്യാതെയായി വന്നപ്പോൾ മെഡിക്കൽ അസിസ്റ്റൻസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ ഞാനും വേറൊരു നേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് എയ്ഡ്സ് ഒക്കെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. അപ്പോൾ ലൈഫിലെ ഫസ്റ്റായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു എമർജൻസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു, അതും ഫ്ലൈറ്റിലായിരുന്നു. സോ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്തു. നമ്മൾ ക്യാപ്റ്റൻ ഒരു ഗ്രീറ്റിംഗ്സ് കാർഡൊക്കെ തന്നു. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എമർജൻസി ലാൻഡിങ് വേണ്ടി വന്നില്ല. സോ അവരെ നമ്മൾ താങ്ക് യു എല്ലാവരും ഫ്ലൈറ്റിൽ ക്ലാപ്പ്. എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് ആക്ച്വലി വീഡിയോയോ അല്ലെങ്കിൽ അതിൻ്റെ വോയിസ് റെക്കോർഡോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കരമായിട്ടൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഞാൻ എന്നും ഓർത്തിരിക്കുന്ന ഒരു മൊമെൻ്റാണ് കേട്ടോ. അങ്ങനെ ഒരു സംഭവം എനിക്ക് നേരിടേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടിയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്താലാണല്ലോ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. നമ്മൾ എയർപോർട്ടിലേക്ക് ഉമ്മയും കൊച്ചുകയാണ് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ നാട്ടിലേക്ക് എത്തി. ഞങ്ങൾ കോഴിക്കോട് എയർപോർട്ടിലായിട്ടാണ് ലാൻഡ് ചെയ്തത്. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലേക്കുള്ള പച്ചപ്പും ഹരിതാപും ഒക്കെ കണ്ടിട്ട് അങ്ങ് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ വന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ. 20 ഡേയ്സ് ഇതാന്ന് പറയുമ്പോഴേക്കും പോകും കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഫ്ലൈറ്റിൽ അവരെനിക്ക് ഗിഫ്റ്റ് തന്നത്. പ്രീമിയം ക്വാളിറ്റി കാഷ്യൂനട്ട് ബോക്സ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഹെയ്സുക്ക് വീട്ടിലേക്ക് പോകുന്ന വഴി എൻ്റെ സ്കൂളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്. സോ അവർ ചെറുതായിട്ടൊരു കേക്കും നമ്മളെ മറീനെ ഫസ്റ്റായിട്ട് വെൽക്കമിങ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞങ്ങൾ ടൂ മച്ച് ടയേർഡായിരുന്നു. കുറച്ച് സ്ഥലമൊക്കെ പോയി, സാബിയുടെ വീടൊക്കെ പോയി ഫോസ്മാനെ ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വന്നത്. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.